ഹലോ മുജത്തീസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, എനിക്കിവിടെ സുഖമാണ്. അപ്പം നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. FBയിൽ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലെല്ലാം നിങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ളോഗാണ്. ഇത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് നിൽക്കുന്നത് എൻ്റെ മോടെ ആനുവൽ ഡേ, സ്കൂൾ ആനുവൽ ഡേ ഫംഗ്ഷനാണ് രണ്ട് മക്കളുടെയും. അപ്പം ഒരു മോളാണ് കൂടുതൽ, 3 ഡാൻസിനുണ്ട്. ഡാൻസിൻ്റെയൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റു, ഞാൻ ഇന്ന് സ്കൂളിലൊക്കെ പോകണമല്ലോ. അപ്പോൾ നേരത്തെ എണീറ്റ് വന്നപ്പോഴത്തേനും അമ്മ ചായ എല്ലാം വെച്ചു, വെള്ളമൊക്കെ തിളപ്പിക്കാൻ ഗ്യാസിൽ വെച്ചു. അപ്പം ഇവിടെ ഞങ്ങളൊക്കെ ഈ നാട്ടിലൊക്കെ അമ്മ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മുടെ മുസ്ലിങ്ങൾ കൂടുതലും ഉമ്മ, വാപ്പ, ഇത്ത, ഇക്ക എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ രാവിലെ ഇങ്ങനെ സംസാരിച്ചിരുന്നു, ചായ എല്ലാം കുടിച്ചു. അപ്പുറത്ത് ഇക്ക ഉണ്ട്. ഇക്കയുടെ ഫോട്ടോ ഞാൻ എടുത്തില്ല. ഇക്ക അങ്ങനെ വീഡിയോയുടെ മുമ്പിൽ വരുന്ന ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഒരു ദിവസം ഇൻഷാല്ലാ കാണിക്കാം. ഇപ്പോൾ എൻ്റെ മക്കളുടെയും കൂടുതലും ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വിഷമിക്കേണ്ട, ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതേ രാവിലെ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ, അതൊക്കെ ആകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ. അത് മാത്രമല്ല, എൻ്റെ മൂത്ത മോള് ഞാൻ വേറെ എന്തുണ്ടാക്കിയാലും അവൾ പറയും പുട്ടില്ലെങ്കിൽ ഞാൻ കഴിക്കില്ലെന്ന്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇന്നങ്ങ് പുട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ നേരത്തെ തിരുമ്മി സ്റ്റോർ ചെയ്ത് 2-3 ദിവസം ഫ്രീസറിൽ വെച്ചേക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ ആയി. അപ്പം നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എൻ്റെ ഈ വീഡിയോകൾ. അപ്പം ബനാനയൊക്കെ പുഴുങ്ങി. അപ്പോൾ ഇന്ന് മോളെ നേഴ്സറി രാവിലെ വിടാമെന്ന് വിചാരിച്ച് ഒരുക്കുകയാണ് കേട്ടോ. ആള് ക്യാമറ ഒക്കെ കാണുമ്പോൾ ഭയങ്കര നിന്ന് തരും കേട്ടോ, ക്യാമറയിലൊക്കെ ഡാൻസ് കളിക്കാനേ. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടുക, വെറുതെ കെട്ടുകയാണ്, അവളഴിച്ചങ്ങ് കളയും. പിന്നെ മോളൊക്കെ പോയി കഴിഞ്ഞു, ക്ലീനൊക്കെ ആക്കുവാണ്. ഈ ഫുഡൊക്കെ ഇവന്മാർ മക്കൾ ഫുഡൊക്കെ ഈ ഹാളിൽ വെച്ചും TV ഉണ്ട് ഹാളിൽ, പിന്നെ റൂമിൽ ഒരു TV ഉണ്ട്, അവിടെയൊക്കെ ഇരുന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും സോഫ എടുത്ത് തട്ടിക്കുടഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. അത് കഴിഞ്ഞ് ഉച്ചയായി, ഞാൻ ഫ്രഷൊക്കെ ആയി. അപ്പോൾ പോകണ്ടേ. അപ്പോൾ ഞാൻ ചോറ് വിളമ്പിക്കാൻ ഒരാൾ വന്നു. ഒരാൾ നേഴ്സറിയിൽ നിന്ന് വന്ന് ബാഗൊക്കെ തുറന്ന്, ഞാൻ കൊടുത്തു വിട്ട സാധനം ടീച്ചർ എനിക്ക് തോന്നുന്നു പേപ്പറിൽ പൊതിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തു വിട്ട ടിഫിൻ ബോക്സിനകത്ത് നുറുക്കുഗോതമ്പിൻ്റെ ഉപ്മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവൾ അമ്മ വന്ന് കഴിക്കാൻ വന്നു. അവൾ അമ്മമ്മ എന്നാണ് വിളിക്കുന്നത്. കൊടുത്തില്ല കേട്ടോ. അപ്പം ഞാൻ ചോറെല്ലാം കഴിച്ചപ്പോൾ ഒരുങ്ങി സ്കൂളിൽ പോകാൻ. ഓക്കെ, അപ്പോൾ ബാക്കി കാണാം. പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ പ്രേംകൃഷ്ണൻ സാർ കണ്ടില്ലേ, പ്രേംകൃഷ്ണൻ സാർ IAS എന്ന് പറയാം. സാറൊക്കെ മൊമെൻറ്റും കൊടുക്കുകയും, കാരണം 10th പ്ലസ് 2 സ്റ്റുഡൻസൊക്കെ ക്യാപ്റ്റനൊക്കെ അവർക്കൊക്കെ ട്രോഫിയൊക്കെ കൊടുക്കുക. സാറിൻ്റെയൊക്കെ സ്പീച്ച് നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു നമ്മുടെ കളക്ടറാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.